സുപ്രീം കോടതിയിലേക്ക് ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളുടെ നിയമ പോരാട്ടമാണ് ഞങ്ങൾ നടത്തിയത്. സുപ്രീം കോടതിക്ക് മുകളിൽ ഈ കാര്യം പരിഹരിക്കാൻ, ഈ കാര്യം ചർച്ച ചെയ്യാൻ പറ്റുന്ന വേറൊരു നിയമവ്യവഹാര ഇടയില്ല. ഞങ്ങൾ സുപ്രീം കോടതി വരെയാണ് യുദ്ധം ചെയ്തത്, തെരുവിലും അതെ. ഞങ്ങളത് ജനങ്ങളോട് തുറന്നു കാട്ടി. ആ യുദ്ധസമയങ്ങളിൽ ഇവരെവിടെയായിരുന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. എവിടെയെങ്കിലും ഇവർക്കൊരു നിലപാടുണ്ടായിരുന്നോ? പോട്ടെ, അങ്ങനെ പോയി സുപ്രീം കോടതി പറഞ്ഞു. സുപ്രീം കോടതി പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇന്ന് നിലപാടെടുത്ത് സമവായത്തിന് തയ്യാറാണ്. സുപ്രീം കോടതി പറഞ്ഞിട്ടാണ് സമവായം നടത്തിയത്. ആ സമവായത്തിലേക്ക് പോയപ്പോൾ ഞങ്ങളുടെ ഗവൺമെൻറ് എടുത്ത സ്റ്റാൻഡ് അപ്പോഴും ഇപ്പോഴും ഒന്നാണ്. ഒന്നുകിൽ രണ്ടുപേരെയും വെക്കുക, ഇല്ലെങ്കിൽ രണ്ടുപേരെ ഒഴിവാക്കി വേറൊരാളെ വെക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്തായിരുന്നു? ഗവർണറുടെ പ്രശ്നം എന്തു വന്നാലും ഇനി സൂര്യൻ അങ്ങ് പടിഞ്ഞാറ് ഉദിച്ചാലും ഞങ്ങൾ സജി ഗോപിനാഥനെ വെക്കില്ല എന്നല്ലേ ഇരുന്നു ഒറ്റക്കാലിൽ നിന്ന് ചാൻസലർ വാശി പിടിച്ചത്. ആ ചാൻസലർ മുട്ടുമടക്കി, ആ ചാൻസലർ പുറകോട്ട് പോയി. ഇതാണ് സംഭവം. സിസാ തോമസിന്റെ കാര്യത്തിലും സർക്കാരിനും അതേ നിലപാടായിരുന്നു. കാരണം സിസാ തോമസ് സർവകലാശാലയ്ക്ക് മോശം വരുത്തി എന്ന തരത്തിലുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പം സർക്കാരിന്റെ ഭാഗത്തും വിട്ടുവീഴ്ച ഉണ്ടായി. ഗവർണറുടെ അല്ല, അങ്ങനെയല്ല. അതങ്ങനെയല്ല കാണേണ്ടത്. അതെന്തിനാ അങ്ങനെ നിങ്ങൾ വേണേ? സുപ്രീം കോടതി ഇക്കാര്യത്തിൽ ഇൻ്റർവെയിൻ ചെയ്തൊരു നിർദ്ദേശം വരുന്നു, ധൂലിയ കമ്മിറ്റി വരുന്നു, സുപ്രീം കോടതി ഒരു നിർദ്ദേശം വരുന്നു. എന്താ സുപ്രീം കോടതി പറഞ്ഞത്? നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഒരു സമവായത്തിലെത്തി കാര്യങ്ങൾ ചെയ്യണം. ഇതാണല്ലോ സുപ്രീം കോടതി പറഞ്ഞത്. അതിനുശേഷം എന്താ സംഭവിച്ചത്? അതുമല്ലേ കേരള ഗവൺമെൻറ് അനുസരിക്കാൻ പറ്റൂ? സമവായത്തിലേക്ക് പോയപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം എന്ത്, ഗവൺമെൻറ് സ്റ്റാൻഡ് എന്ത്, അതാണ് നോക്കേണ്ടത്. അപ്പോൾ ഗവൺമെൻറ് സ്റ്റാൻഡ് ഒന്നുകിൽ രണ്ടുപേരെയും വെക്കുക, ഇല്ലെങ്കിൽ രണ്ടുപേരും ഒഴിവാക്കുക. അതിന് ആര് വഴങ്ങിയില്ല? ഗവർണർ വഴങ്ങിയില്ല. ഗവർണർ പറഞ്ഞു എന്ത് വന്നാലും സജി ഗോപിനാഥൻ എന്ന് പറയുന്ന ആളെ വെക്കില്ല. അതിൽ നിന്ന് ഗവർണറാണ് പിറകോട്ട് പോയത്. കൂടുതൽ ഇത് വരുന്നതെന്ന് വെച്ചാൽ, ഒന്ന് കേരള രജിസ്ട്രാറെ മാറ്റി, സർവകലാശാല രജിസ്ട്രാറെ മാറ്റിയതും ഇതേ സമയത്ത് തന്നെയാണ്. സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട വലിയ ബന്ധപ്പെട്ട് നിൽക്കുന്നു. അതിനിടയിൽ VC-യുടെ നിയമനം വരുന്നു. തൊട്ട് പിന്നാലെ തന്നെ ഉത്തരവ് ഇറങ്ങുന്നു. ആ ഉത്തരവിൽ പറയുന്നത് പുള്ളി വ്യക്തിപരമായി ചോദിച്ചെന്നൊക്കെയാണ്. പക്ഷേ അങ്ങനെയല്ല. അത് ഈ കേരള സർവകലാശാലയും ഇതും വേറെ തികച്ചും വ്യത്യസ്തമായ രണ്ട് കാര്യങ്ങളാണ്. കേരള സർവകലാശാലയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം തന്നെയാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് പോയത്. അദ്ദേഹത്തിൻ്റെ മദർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അദ്ദേഹം മടങ്ങിപ്പോകുന്ന ഒരു സ്വാഭാവിക നടപടിയാണ്. ഇതിനകത്തൊരു കാര്യം യുക്തിസഹമായി ഒന്ന് വിശദീകരിച്ച് തന്നാൽ മതി. ഇതിനകത്ത് പൊളിറ്റിക്കലായിട്ട് ഒരു ആരോപണം എന്താ? ഞങ്ങളും ഗവർണറും തമ്മിൽ അന്തർധാര, അല്ലേ? സോക്കോൾഡ് അന്തർധാര. ആ സോക്കോൾഡ് ഈ പറയുന്ന അന്തർധാര എന്ന് പറയപ്പെടുന്ന കാര്യത്തിന് യുക്തിസഹമായൊരു പോയിന്റ് പറഞ്ഞ, യുക്തിസഹമായ പോയിന്റ് പറഞ്ഞെങ്കിൽ ഞങ്ങൾ പറഞ്ഞെടുത്തത് ഞങ്ങൾ വിട്ടുവീഴ്ച നടത്തി പിറകോട്ട് പോകണം. ഈ ഞങ്ങളല്ലല്ലോ സാറേ പിറകോട്ട് പോയത് ഗവർണറല്ലേ. ഗവർണർ പിറകോട്ട് പോയതിൽ ഞങ്ങൾക്ക് എന്തന്ത്രധാരയുടെ കാര്യം അവർ ആരോപിക്കുന്നത്? ഒരു യുക്തി വേണ്ടേ പറയുന്നതിന്? പിറകോട്ട് പോയത് ഞങ്ങളല്ല, ഗവർണറാണ് പിറകോട്ട് പോയത്. ഗവർണർ ഏകപക്ഷീയമായി ഞങ്ങളോട് ഈ കളി കാട്ടില്ല, ഇല്ലെങ്കിൽ പിന്നെ എന്താ സംഭവിക്കുക? ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ ആ വിവരം സമവായം സാധ്യമായില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ അറിയിക്കും. അപ്പോൾ സുപ്രീം കോടതി എന്ത് ചെയ്യും? അദ്ദേഹത്തിൻ്റെ കൂടി അധികാരത്തിൻ്റെ മുകളിൽ കൃത്യമായി സുപ്രീം കോടതി വളരെ കൃത്യമായി ഒരു നിലപാട് സ്വീകരിക്കും. അത് അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ലായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് അദ്ദേഹം പുറകോട്ട് പോയി. പുള്ളി പുറകോട്ട് പോയതിന്, ചാൻസലർ പുറകോട്ട് പോയതിന് എന്തിനാ ഗവർണറെ പഠിക്കുക? ആ നല്ല കാര്യമായിട്ടില്ലേ? അതുപോലും നല്ല കാര്യമായിട്ടില്ലേ? ഇതേ കേരളത്തിൻ്റെ മുമ്പിൽ, കേരളം എന്ന ആശയ യൂണിറ്റായി കണ്ടേ കേരളത്തിൻ്റെ മുമ്പിൽ സംഘപരിവാറിനൊരു അജണ്ട നടന്നില്ല എന്നതിൽ അഭിമാന പുളകിതനാകേണ്ട KC വേണുഗോപാലും ശ്രീ രമേശ് ചെന്നിത്തലയും എല്ലാം അതിൽ ഖിന്നരായി, ദുഃഖിതരായി ഞങ്ങളുടെ മേൽ കുതിര കയറാണ്. എന്താണ് ആ യുക്തി? പിന്നെ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വരാം അവർ? ആരാ ഇവർ സംഘപരിവാറിനെ വിടുപണി ചെയ്തിട്ടുള്ളത്? ഇന്ന് രാജ്യസഭയിൽ ഈ ബില്ല് വരെയല്ലേ? ആ രാജ്യസഭയിൽ ഈ ബില്ല് വരുമ്പോൾ, ഞാൻ പറഞ്ഞ ഈ ബില്ല് വരുമ്പോൾ അതിനെ എതിർക്കേണ്ട ഒരാൾ രാജസ്ഥാനിൽ നിന്നുണ്ടായിരുന്ന ആളല്ലേ? അതിൻ്റെ ടെനുവറിനെ സംബന്ധിച്ച് എനിക്ക് സംശയമുണ്ട്. പക്ഷേ എങ്കിലും ഞാൻ പറയാണ്, ഒരു രാജ്യസഭാ സീറ്റ് രാജസ്ഥാനിൽ ദാനം കൊടുത്ത ആളല്ലേ ഞങ്ങളെ ഈ ക്ലാസ് എടുക്കാൻ വരുന്നത്? അങ്ങനെ ഞങ്ങൾക്കങ്ങനെ ഒരാളും ഹെഡ് മാസ്റ്റർ വേണ്ട, ഞങ്ങൾക്ക് ധാരണയുണ്ട്. കേരള സർവകലാശാല രജിസ്ട്രാർ അനിൽകുമാർ ഒരു ഇരയാക്കപ്പെടുകയല്ലേ? ഇതൊക്കെ നിങ്ങൾ ഇപ്പോൾ അനിൽകുമാറിനോട് ഭയങ്കരമായ സ്നേഹം തോന്നുന്നുണ്ടോ? ഇര എന്നെല്ലാം പറയുന്നു. ഭയങ്കര സ്നേഹമാണല്ലോ. ഇത് രണ്ടായി കാണണം. ഞങ്ങൾക്ക് ഇതിൽ കൃത്യമായൊരു ധാരണയുണ്ട്. നിങ്ങളൊരു കാര്യം നോക്കിയാൽ മതി. കോൺഗ്രസ് മറുപടി പറയേണ്ടത് ഇവിടെ കുറേ നാളായി, ഇതിപ്പോൾ അല്ല, എല്ലാ സർവകലാശാലകളിലും നിയമവിരുദ്ധമായി, നിങ്ങൾ ആലോചിക്കണം, നിയമവിരുദ്ധമായി സെനറ്റിൽ സംഘപരിവാർ അനുകൂലികളെ തിരികെ കയറ്റാണ്. ആ ലിസ്റ്റ് എവിടെ നിന്ന് കൊടുക്കുന്നു? ഗവർണറുടെ, ചാൻസലറുടെ ഓഫീസിൽ നിന്ന് കൊടുക്കുന്നു. ആ ലിസ്റ്റിൽ എങ്ങനെയാണ് കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും ആളുകൾ വന്നത്, ലീഗിൻ്റെ ആളുകൾ വന്നത്? അവർ വിശദീകരിക്കേണ്ടത്. അവരിപ്പോഴും അതേ സ്ഥാനങ്ങളിൽ തുടരാണ്. ആരുടെ? സംഘപരിവാർ കൊടുക്കുന്ന ലിസ്റ്റിൽ എങ്ങനെയാണ്
കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ആൾ വരിക? അതുവരെ വിശദീകരിക്കണ്ടേ? ഇനി ഗവർണർ എപ്പോഴെങ്കിലും അല്ലെങ്കിൽ ചാൻസലർ എപ്പോഴെങ്കിലും ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിലേക്ക് കൊടുത്ത ലിസ്റ്റിൽ ഇടത് അനുഭാവികളോ സഹയാത്രികരോ ആയ ഒരാളുടെ പേരുണ്ടോ? ഇല്ലല്ലോ. എന്നാൽ അവരുടെ പേരുണ്ട്. അപ്പോൾ ആര് തമ്മിലാണ് ഡീല്? അന്തർധാരയൊന്നുമല്ല, പരസ്യധാരയാണ്. ഒരുമിച്ച് അവർ ഡീല് നടത്തി കച്ചവടം ഉറപ്പിച്ചിട്ട് ഞങ്ങളുടെ മേൽ കുതിര കയറാൻ വരികയാണോ? അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ ക്ലാരിറ്റി ഉണ്ട്. കോൺഗ്രസ് നിലപാട് പറയട്ടെ, കോൺഗ്രസ് ഇനിയും നിലപാട് പറയട്ടെ. ഈ കേരളത്തിലെ സർവകലാശാലകളിൽ വർഗീയവൽക്കരിക്കുന്നതിന് വേണ്ടി ഗവർണർ ഉപയോഗിച്ച് നടത്തുന്ന ഈ നീക്കത്തിൽ സർക്കാരല്ല, ഞങ്ങൾ സർക്കാരിനൊപ്പം നിൽക്കും എന്ന് കോൺഗ്രസ് പറയട്ടെ. ഒറ്റ കാര്യം, അങ്ങ് ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും ഈ സ്ഥിരമായി കോഫി കുടിച്ച് പരിഹരിക്കുമെന്ന്. അതെ, പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി പറഞ്ഞ കാര്യമാണല്ലോ. ഞങ്ങളുടെ നിലപാട് ഇതാണ്. ഞങ്ങളുടെ പ്രശ്നം വളരെ ക്ലാരിറ്റി കൂടുതലായിരുന്നു. ആരെ വെക്കണം എന്ന് ഞങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ഞങ്ങളതിൽ പുറകോട്ട് പോയില്ല. ബഹുമാനപ്പെട്ട ഗവർണർ, ചാൻസലർ അതിൽ പുറകോട്ട് പോയി. ഒറ്റ കാര്യം, എപ്പോഴും ഇപ്പോൾ അങ്ങടക്കം എല്ലാവരും പറയുന്നത് KC വേണുഗോപാൽ രാജ്യസഭയിലേക്ക് പോയ കഥയാണ്. അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് KC വേണുഗോപാൽ കഴിഞ്ഞ ദിവസം ഇതിന് മറുപടി പറഞ്ഞു. അതായത് ആലപ്പുഴയിൽ ചെന്ന് അവിടുത്തെ രാഷ്ട്രീയക്കാരോട്, പാർട്ടിക്കാർ, CPM-കാരോട് ചോദിക്കുക, ആ KC വേണുഗോപാൽ അവിടെ മത്സരിച്ചില്ലായിരുന്നെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് KCയുടെ മറുപടി. അങ്ങനെയാണെങ്കിൽ 20 സ്ഥലത്തും അദ്ദേഹം മത്സരിക്കേണ്ടി വരുമല്ലോ. കുമ്പിടിയാവണം, കുമ്പിടി. അത് കൊള്ളാലോ. അങ്ങനെ ഒരു രക്ഷകനേ ഉള്ളൂ. അപ്പോൾ കേരളത്തിലെ കോൺഗ്രസിനെ, തൻ്റെ സഹപ്രവർത്തകരെയും നേതാക്കളെയും ശ്രീ KC വേണുഗോപാലിന് അത്ര വില കുറഞ്ഞ ആളാണോ? എൻ്റെ മുഖം എൻ്റെ തല എന്ന് പറയുന്ന പോലെ. അപ്പോൾ അതെന്തൊരു അഹംഭാവത്തിൻ്റെ വർത്താനാണത്. ഞാനില്ലായിരുന്നെങ്കിൽ വലിയ കഷ്ടമായി പോയല്ലോ. ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് അത്ര മെലിഞ്ഞ് ശുഷ്കിച്ചു പോയോ? അത് കോൺഗ്രസ്സുകാരാണ് മറുപടി പറയേണ്ടത്. അവിടെ ഞാൻ മത്സരിച്ചില്ലായിരുന്നുവെങ്കിൽ വലിയ പ്രശ്നമായി പോയല്ലോ. അതൊക്കെ ഒരു എന്താ പറയുക, ഞാനാ പറയുന്നില്ല. അത് എത്ര ജനം വിലയിരുത്തട്ടെ. അതങ്ങനെ അദ്ദേഹത്തിൻ്റെ പദവിക്ക് ഉചിതമായ, ഡിഗ്നിറ്റിക്ക് ഉചിതമായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അദ്ദേഹം നടത്തിയെന്ന് അദ്ദേഹം പറയട്ടെ. അല്ലെ, ജനം കണ്ടിട്ട്